എന്നാ ശരി. ഹലോ, അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ളോഗായാലും എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ ഇടാൻ കുറച്ച് നേരം വൈകി. ഞാൻ വലിയ വ്ളോഗ് എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ കുഞ്ഞു വ്ളോഗിൽ ഒതുക്കി. അപ്പൊ ഞാൻ ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ എന്റെ ഉമ്മയും ഇപ്പം വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്റെ ചേച്ചിയുടെ പിള്ളേർ ആരുമില്ല, എല്ലാവരും ഒരേ സ്ഥലത്താണ്, ജോലി സ്ഥലത്തും പിന്നെ ഒരാൾ പഠിക്കാനും പോയേക്കണം. അപ്പൊ പക്ഷെ ഇന്ന് വേറൊരു അതിഥി ഉണ്ട് ഈ പ്രാവശ്യം. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ്, എന്റെ ചേട്ടൻ, അതിനുവേണ്ടി ഉപ്പച്ചി. അപ്പൊ ചേട്ടനും ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളെ വിളിച്ചിട്ടുണ്ട്. കാരണം ചേട്ടനുള്ളതാണ് കൂടുതൽ വിളിച്ചത്. പിന്നെ ഈ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഞാൻ വിളിച്ചില്ല. അപ്പൊ കേക്കും കൊണ്ട് വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചെറിയ സിമ്പിളായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തു. അവന് ഒട്ടും ഡെക്കറേഷനൊന്നും വേണ്ടാന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് ആ ഒരു ഹാപ്പി ബർത്ത്ഡേയും 2-3 ബലൂണൊക്കെ ഒട്ടിച്ചു വെച്ചത്. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വന്നു, ചേട്ടൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുറച്ച് പേരെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അനു മുറിക്കാൻ പോവാണ്. അങ്ങനെ അനു കേക്ക് കട്ട് ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ചുറ്റും നിന്ന് ബർത്ത്ഡേ വിഷൊക്കെ പാടി അങ്ങനെ കേക്കൊക്കെ വെച്ചു കൊടുത്തു. അവന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ളത് അവനക്ക് ഭയങ്കര സന്തോഷമാണ്. 2-3 പിറന്നാളിന് ഇതുപോലെ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 2 കൊല്ലം എത്തിയിട്ടാണ് ചേട്ടൻ വന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ച് കൊടുത്തു. ഉപ്പച്ചിയും കേക്കൊക്കെ വെച്ച് കൊടുത്തു. ഉമ്മച്ചിക്കാണെങ്കിൽ തീരെ വയ്യാതെയാണ് ഉമ്മച്ചിയാ നിൽക്കണത്. ഉമ്മക്ക് നല്ല ചുമയുണ്ട് ഉമ്മച്ചിക്ക്. ഇതൊക്കെയാണ് ചേട്ടൻ്റെ ഫ്രണ്ട്സുകൾ. ഇത് അനുമോൻ്റെ ഫ്രണ്ടാണ്. അനുമോൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. തൊട്ടടുത്താണ് വീട്. അപ്പൊ അവൻ കേക്കൊക്കെ വെച്ചു കൊടുത്തു. അങ്ങനെ കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അനുവിന് ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അനു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും അനുവിനെ അറിയായിരുന്നു. പക്ഷെ ഈ ഒരു ഗിഫ്റ്റ് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട മിഠായിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങള്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഉമ്മൊക്കെ കൊടുത്തു. അപ്പൊ അനു അതൊക്കെ പൊട്ടിച്ച് നോക്കാണ്, കൂട്ടുകാരനൊക്കെ കാണിക്കാണ്. ഒരു വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. അനുവിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കൂട്ടുകാരന്റെ മേത്തൊക്കെ കയറിയിരുന്നതായിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ താഴത്തെ ചേച്ചി എനിക്കൊരു ബുക്കാണ് ഗിഫ്റ്റ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. ജോയ്സിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഞാൻ റൈസും സെപ്പറേറ്റും ചിക്കൻ സെപ്പറേറ്റും മേടിച്ചത് ഇതുപോലെ ടിന്നുകളായിട്ട് മേടിച്ചത്. മൊത്തം അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പരിപാടി വേഗം കഴിയും. അപ്പോൾ അനുവിനും അനുവിൻ്റെ ഫ്രണ്ടിന് വേഗം കൊടുത്താൽ കൊച്ചിന് പോകണമായിരുന്നു. അങ്ങനെ അതിന് ഫുഡ് കൊടുത്ത്. അപ്പം അനുവിന് ഞാൻ ഒരു പിടി വാരി കൊടുത്ത് അനു എനിക്ക് വാരി തന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നത് കഴിഞ്ഞ് ഞാനും കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ കൂട്ടുകാർക്കൊക്കെ ഫുഡ് കൊടുത്ത്. കുറച്ച് പേര് റൂമിലിരിക്കേണ്ട. അവരപ്പോൾ വാപ്പച്ചി ഇരുന്ന് ഉമ്മച്ചി നേരത്തെ കഴിച്ചു. ഞങ്ങൾ രണ്ടാളും ഇതൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനുവിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.